തുടരുക. നമുക്കൊപ്പം ആർ റോഷിപാൽ കൂടിയുണ്ട്. ആർ റോഷിപാൽ, കയ്യിൽ കാശില്ല, അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നാണ് അൻവർ പറയുന്നത്. എന്നാൽ മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ട്. വി ഡി സതീശൻ നയിക്കുന്ന UDF-ലേക്കില്ല എന്നത് അൻവർ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. ഇനിയും പല കാര്യങ്ങൾ 20 ദിവസം മുന്നിലുണ്ട്. അതിനിടയിൽ അൻവർ പറയാനായി ബാക്കി വെച്ചുകൊണ്ട് നിൽക്കുന്നത് അത് UDF-നെ പ്രതിസന്ധിയിലാക്കുമോ? അൻവർ മത്സരിക്കാത്ത ഈ സാഹചര്യം, UDF-ലേക്കില്ല എന്ന് പറയുന്ന സാഹചര്യം എങ്ങനെയാണ് UDF-ഉം കോൺഗ്രസും നോക്കിക്കാണുന്നത്? റോഷിപാൽ. സുജയപാർവതി, ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. കാരണം ഇന്നലെ അടക്കം UDF യോഗത്തിലുള്ള തീരുമാനങ്ങൾ അറിയിച്ചപ്പോൾ, അടൂർ പ്രകാശ് അറിയിച്ചപ്പോൾ അതിനുശേഷം നടന്ന പല കൂടിയാലോചനകളും അൻവർ ഇടത് സ്ഥാനാർത്ഥിക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു തീരുമാനം എടുക്കില്ല എന്ന പ്രതീക്ഷ തന്നെയാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിലും M സ്വരാജിനെതിരെ വിമർശനം ഉയർത്തുമ്പോൾ തന്നെ UDF-ലേക്ക് ഇല്ല എന്ന ഒരു പ്രഖ്യാപനം നടന്നു. മത്സരിക്കാനുള്ള താല്പര്യം അറിയിക്കുന്നു, പക്ഷേ പണമില്ല എന്ന് പറയുന്നു. അപ്പോൾ മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോഴും നടത്തുന്നതായുള്ള ഒരു കണക്കുകൂട്ടൽ UDF നേതൃത്വത്തിലുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രതീക്ഷ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ പോലും 5-ാം തീയതി വരെ, ജൂൺ 5 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്തിനകം ഒരു തീരുമാനമെടുക്കാൻ ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട്. അനുരഞ്ജന നീക്കം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇടത് പക്ഷത്തിനെതിരെയുള്ള ജനവികാരം അത് പരമാവധി UDF-നെ അനുകൂലമാക്കാൻ PV അൻവറിന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്, ചർച്ചകൾക്കുള്ള വഴി അടഞ്ഞിട്ടില്ല എന്ന് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും കണക്കുകൂട്ടുന്നത്. UDF-ലേക്ക് ഇല്ല എന്ന് PV അൻവർ പറഞ്ഞ് PV അൻവർ അടുത്ത ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ പോലും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. കാരണം ജൂൺ 5-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് പിൻവലിക്കേണ്ടത്. അത്രയും സമയം UDF നേതൃത്വത്തിന് മുന്നിലുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ആദ്യം നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതികരണം. ഏതായാലും ഇതേക്കുറിച്ചുള്ള ഒരു കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കും. KPCC അധ്യക്ഷൻ നേതാക്കളൊക്കെ എവിടെയുണ്ട് അതാണ് അറിയേണ്ടത്. റോഷിപാൽ, അൻവറിന്റെ ഈ വാർത്താ സമ്മേളനം UDF നേതാക്കളൊക്കെ എന്തായാലും കാണുന്നുണ്ടാകും തത്സമയം തന്നെ. 1 മണിക്കൂറോളം എടുത്ത് അൻവർ പറഞ്ഞ കാര്യങ്ങൾ UDF-ലേക്ക് ഇല്ല എന്ന് പറയുന്നത്, സതീശനെതിരെ പറയുന്നത്, അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ പോലും അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു എന്നതുവരെ അൻവർ പറഞ്ഞു വെക്കുകയാണ്. ഇതെല്ലാം UDF-ന്റെ നേതാക്കൾ ഇപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങുന്ന വേളയിൽ സ്ഥാനാർത്ഥിയടക്കം ഇതൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. എവിടെയാണ് ഇവരൊക്കെ ഉള്ളത്? സൂര്യപാർവതി, അതിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലമ്പൂരിൽ അല്പസമയത്തിനകം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന്റെ ഒപ്പം പോകും, റാലിയായി. ഒപ്പം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം AP അനിൽകുമാർ, മണ്ഡലത്തിന്റെ ചുമതലയുള്ള AP അനിൽകുമാർ അല്പം മുമ്പ് സണ്ണി ജോസഫുമായി കാണാൻ വേണ്ടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. PC വിഷ്ണുനാഥ് ഇവിടെ തന്നെയുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോഴിക്കോടാണ്. പ്രതിപക്ഷ നേതാവും UDF ചെയർമാൻ കൂടിയായ VD സതീശൻ എറണാകുളത്താണ്. അടൂർ പ്രകാശും ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മലബാറിൽ. അങ്ങനെ നേതാക്കളൊക്കെ തമ്മിൽ ആശയവിനിമയം നടന്നു. PK കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിലമ്പൂരിൽ തന്നെയുണ്ട്. UDF നേതാക്കളൊക്കെ ഏതാണ്ട് ഈ മേഖലയിൽ തന്നെയുണ്ട്. അവർ ടെലിഫോണിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. കാരണം PV അൻവറിന്റെ അപ്രതീക്ഷിതമായ പ്രതികരണം എന്ന് തന്നെയാണ് നേതാക്കൾ ആദ്യം. നമുക്ക് അറിയേണ്ടത് ഇനി ഇടതുപക്ഷത്തിന്റെ പ്രതികരണമാണ്. M സ്വരാജ് നിലമ്പൂരിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സ്വരാജിന് വൻ വരവേൽപ്പ് നൽകുന്നു. ഇനി റോഡ് ഷോയിലേക്കൊക്കെ കടക്കാൻ പോകുന്നു. അങ്ങനെ ഇടത് ക്യാമ്പിന് ആവേശമായി മാറുകയാണോ അൻവർ മത്സരിക്കാത്ത സാഹചര്യം എന്നതും അറിയേണ്ടിയിരിക്കുന്നു. അഷ്കർ അലി കരിമ്പ, PV അൻവർ വാർത്താ സമ്മേളനം 9 മണിക്ക് വിളിക്കുന്നു. എന്നാൽ വൈകിയാണ് എത്തുന്നത്. ഏകദേശം 3/4 മണിക്കൂറോളം വൈകിയ വാർത്താ സമ്മേളനം തുടങ്ങുന്നു. അതിൽ തന്നെ വലിയ രീതിയിൽ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എങ്കിലും UDF-ലേക്ക് ഇല്ല എന്ന് പറയുന്നു, മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു, കയ്യിൽ പണമില്ല, 10,000 രൂപ പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അൻവർ തന്റെ വിഷമഘട്ടങ്ങളൊക്കെ വിവരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അൻവറിനെ കാണാൻ കൂടുതൽ നേതാക്കൾ ആരെങ്കിലും എത്തുന്നുണ്ടോ? അൻവർ വരേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും സുജാൻ, ഈ ഫോൺ മുഖാന്തരം ഇന്നലെ രാത്രികളിലും ഇന്ന് രാവിലെയും അവസാനം പ്രസ് മീറ്റ് നടക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ സജീവമായി ചർച്ച നടത്തിയിരുന്നു. പ്രത്യേകിച്ച് PV അൻവറിനെ UDF-ന്റെ ക്യാമ്പിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇല്ലെങ്കിൽ 18 അടവുകളും പയറ്റിയിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിൽ ഏറ്റവും തടസ്സം നിന്നിരുന്നത്, ഇല്ലെങ്കിൽ അതിന് വിഘാതമായി നിന്നിരുന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആദ്യഘട്ടങ്ങളിൽ ഈ ഘടകകക്ഷി പദവിയുടെ വിഷയത്തിലായിരുന്നു. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന് UDF നേതൃത്വം തീരുമാനമെടുക്കുകയും എന്നാൽ അതിന് വഴങ്ങില്ല, പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ഘടകകക്ഷിയാക്കണമെന്ന് PV അൻവർ നിലപാടെടുത്തതുമാണ്
ഒന്നാമത് ഉടലെടുത്ത പ്രതിസന്ധി. രണ്ടാമത്തേത് സീറ്റ് വിഷയത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയി. പി വി അൻവർ തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു, തൻ്റെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിന് താൻ വിട്ടുകൊടുത്തത്, അതുകൊണ്ട് തനിക്കും ഒരു പകരം സീറ്റ് നൽകണം എന്നുള്ള ആവശ്യം പി വി അൻവർ ഉന്നയിച്ചു. ആദ്യഘട്ടത്തിൽ അഥവാ നിലമ്പൂർ ഇലക്ഷന് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പി വി അൻവറിനെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന് UDF തീരുമാനിച്ച ഘട്ടത്തിൽ സീറ്റ് വിഷയങ്ങളിലേക്കൊന്നും താൻ പോയിരുന്നില്ല. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ, തർക്കം ഉടലെടുത്ത ഒരു സാഹചര്യത്തിൽ, ഇവരെ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ സീറ്റ് ചർച്ചയിലേക്ക് പോവുകയും ഒരു സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. തൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇപ്പോൾ കോൺഗ്രസിന് നിലമ്പൂരിൽ വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് ലീഗ് അല്ല തനിക്ക് സീറ്റ് തരേണ്ടത്, കോൺഗ്രസ് ആണ് സീറ്റ് തരേണ്ടത് എന്നാണ് അൻവർ മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ അതിന് ബദലായി കോൺഗ്രസിൽ നിന്ന് ചില ഇപ്പോൾ KC വേണുഗോപാലിന്റെ പ്രതികരണം വരുന്നുണ്ട്. ആലപ്പുഴയിലാണ് KC വേണുഗോപാൽ. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ്, മികച്ച ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും, ഇടതുപക്ഷത്തിനെതിരെയുള്ള പോരാട്ടമാണിത് എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ആ പ്രതികരണം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സതീശൻ നയിക്കുന്ന UDF-ലേക്കില്ല എന്നാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരു UDF നേതാവും എന്നെ വിളിക്കേണ്ടതില്ല എന്നുകൂടി PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. VD സതീശന്റെ താല്പര്യം ഘടകകക്ഷിയാക്കാതെ VD സതീശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ എന്താണ് എന്നതടക്കം ഇനിയും അൻവർ പറയാനുണ്ട്.